ഇപ്പം ഷിബിൻ ഡിഫൈൻ ചെയ്തതിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ കൂടുതലും ഇവിടുത്തെ ഇൻഫ്ലുവൻസസ് പലരും ചെയ്യുന്നത് പ്രൊമോഷൻ വൈസ് ആണ്. പക്ഷെ പലരും ഈ ഒരു പ്രൊമോഷനിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഇവിടെ ഹോട്ടലിൽ പണിയെടുത്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ മീൻ കച്ചവടം ചെയ്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു സാധാരണ 1250 ദിർഹത്തിന് സാലറിയിൽ പണിയെടുത്ത ആളുകൾ, ഇവരൊക്കെ ഇന്ന് അവരുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും 2020 കൂടിയിട്ടാണ് എന്താവുന്നത്, ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് കളം വാഴുന്നത്. നമ്മളൊരു പത്രത്തിൽ കൊടുക്കുന്ന ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്ലൈൻറ്റിന് കൃത്യമായ രീതിയിൽ അത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ 3 ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് വൈസ് ഇൻഫ്ലുവൻസർ തന്നെയാണ് എന്തുകൊണ്ടും പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ പല കാറ്റഗറീസ് ഉണ്ട്. നാനോ, മൈക്രോ, മാക്രോ, മെഗാ, സെലിബ്രിറ്റി. ഒരു മാഫിയാണ് ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങൾ തമ്മിലൊരു മാഫിയാണ്. ആക്ച്വലി മാഫിയ അല്ല, റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു 3000-ഓളം ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 3000-ഓളം ഇൻഫ്ലുവൻസേഴ്സിന് യുഎഇയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും 3000-ന് മുകളിൽ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു തരത്തിൽ സോഷ്യൽ മീഡിയ വെച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യുഎഇയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ഇൻഫ്ലുവൻസേഴ്സിനാണ്. നമ്മുടെ നാട്ടിലെ സിനിമാ താരങ്ങളെ പോലെ തന്നെ ഇവിടെ ഇൻഫ്ലുവൻസേഴ്സിന് ഭയങ്കര വിലയാണ്. ഇൻഫ്ലുവൻസേഴ്സിനെ വിറ്റ് ജീവിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് അവരെ വിറ്റ് ജീവിക്കുന്ന വേറൊരു കമ്പനീസ് ഇവിടെയുണ്ട്. ക്ലൗഡ് അഡ്വർടൈസിംഗ് എന്ന കമ്പനിയുടെ പേര്. അതിൻ്റെ ഓണർ ഷാഹിദാണ്. ഷാഹിദ് നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് കേട്ടായിരുന്നു, ഇൻഫ്ലുവൻസേഴ്സിൽ വിറ്റ് ജീവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസേഴ്സിനെ വിറ്റ് ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. അത് പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ട്രെൻഡിനൊപ്പം പോകുക എന്നുള്ളതാണല്ലോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. തന്നെയാണ് നമ്മൾ എന്താണോ കറൻറ്റ് ട്രെൻഡ് അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ബ്രാൻഡിനെ കൺസൾട്ട് ചെയ്യണം. അതിൽ നമ്മളതൊരു യൂസ് ചെയ്യുന്നൊരു ടൂള് മാത്രമാണ് ഇൻഫ്ലുവൻസേഴ്സ്. അതെ, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് വന്നവരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അയാളുടെ വാക്കുകൾ കേട്ട് അയാൾ ആരാധന തോന്നി അയാളെ വിശ്വസിച്ച് അയാളുടെ ട്രാക്ക് പോകുന്നതാണ് ഇൻഫ്ലുവൻസർ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഹിറ്റ്ലർ, സദ്ദാം ഹുസൈൻ, മുസോളിനിയൊക്കെ ഇൻഫ്ലുവൻസറായിട്ട് കൂട്ടാം. ഇത് ഇൻഫ്ലുവൻസറായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ധ്രുവറാത്താണ്. നമ്മൾ ഒരു ഇലക്ഷനെ നിയന്ത്രിക്കാൻ വരെ അദ്ദേഹത്തിന് പറ്റി. ഒരു സർക്കാരിൻ്റെ വോട്ടിങ് കുറയാനും ആളുകൾക്ക് സർക്കാരിനെതിരെ ഹേറ്റേഴ്സിനെ കൂട്ടാൻ വരെ ആ ഇൻഫ്ലുവൻസറിന് സാധിച്ചു. അപ്പോൾ അത് ഇൻഫ്ലുവൻസറാണ്. ഇവിടെ അത്തരത്തിലാണോ നിങ്ങൾ ഇൻഫ്ലുവൻസറിനെ കണക്ട് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന വേർഡ് ഇപ്പം ഷിബിൻ ഡിഫൈൻ ചെയ്തതിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷേ കൂടുതലും ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് പലരും ചെയ്യുന്നത് പ്രൊമോഷൻ വൈസ് ആണ്. പക്ഷെ പലരും ഈ ഒരു പ്രൊമോഷനിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഒരുപാട് എഫേർട്ട് ഉണ്ട്. അവർ മേ ബി സമൂഹത്തിലുള്ള പല ഇഷ്യൂസിൽ അവർ കറണ്ട് അഫയേഴ്സിൽ അവർ കൊടുക്കുന്ന പ്രതികരണം, അല്ലെങ്കിൽ അവർ പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലസ്തീൻ ഇഷ്യൂ. ഈ പലസ്തീൻ ഇഷ്യൂവിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളിൽ നേരത്തെ പറഞ്ഞ പല രീതിയിലുള്ള രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ പല പ്രശസ്തി ഇതിലിരിക്കുന്ന നടന്മാരും ഇവരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ യുഎയിലെ മാർക്കറ്റ് പറയാം. യുഎയിൽ ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രൊമോട്ടേഴ്സ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം നമ്മൾ കൊടുവള്ളി നടന്നൊരു ഇഷ്യൂ, നമ്മളൊരു സുഹൃത്ത് എതിരെ പ്രതികരിച്ചത് ഒരു 3 എപ്പിസോഡായിട്ട് പിന്നെ പോലീസിന് ഒരു ഇൻസ്ട്രക്ഷൻ പോലെ കൊടുക്കുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊടുവള്ളി ഒരു പെൺകുട്ടിയെ ഒരു വ്യക്തി ആക്രമിക്കുന്നു. ആ കുട്ടിയെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതിനെതിരെ ഒരു വിപിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ സോഷ്യൽ മീഡിയയിൽ ആദ്യം വരികയാണ്. ഈ കുട്ടിയുടെ ഓഡിയോ, എന്തിന് ഈ കുട്ടിയെ ആക്രമിച്ചു, ഇതിന് പോലീസ് നടപടി എടുക്കണം. കുറച്ച് ദിവസമായിട്ടും നടപടി എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറച്ച് ഡിസ്കഷൻസ് അവരുടെ വീഡിയോയിൽ അവർ പിന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ അതിന് ആ ആളെ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പോലീസിൻ്റെ അധികൃതരുടെ മുന്നിലേക്ക് അത് എത്തിക്കാൻ കാണിക്കുന്ന ഒരു സന്നദ്ധത ഉണ്ടല്ലോ. ഇത്തരത്തിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പം നമ്മളൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറിൽ ഇങ്ങനത്തെ നല്ല ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ എന്താവരുത്, മറക്കരുത്. ഇവിടെ വന്ന ഇൻഫ്ലുവൻസേഴ്സിൽ കൂടുതലും ടിക്ടോക്കിലൂടെ അല്ലെങ്കിൽ സിനിമ വീഡിയോസ് ചെയ്ത് വൈറലായി വന്നവരായിരിക്കില്ലേ? അല്ല, ഇതിൽ ഒരുപാട് പേര് അവരുടെ എഫേർട്ട് കൊണ്ട് ഇൻഫ്ലുവൻസ് ആയ ആളുകളുണ്ട്. ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ ഹോട്ടലിൽ പണിയെടുത്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ മീൻ കച്ചവടം ചെയ്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു സാധാരണ 1250 ദിർഹത്തിന് സാലറിയിൽ പണിയെടുത്ത ആളുകൾ, ഇവരൊക്കെ ഇന്ന് അവരുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടല്ല, അവർ മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. നമ്മൾ എന്തിനാണ് നമ്മളിപ്പോൾ UAE അല്ലെങ്കിൽ ദുബൈയിലേക്ക് വരുന്നത്? നമ്മളൊക്കെ പൈസ ഉണ്ടാക്കാനാണ്. അപ്പോൾ അവർ കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാതൃകയാണ്. ആ ഒരു മാതൃക വെച്ച് നോക്കുകയാണെങ്കിൽ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ് നാളെ നിങ്ങൾക്കും ഇതുപോലെ എന്താവാം, പണക്കാരനാവാം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കും, അത് നല്ല രീതിയിലൂടെ. അതായത് ഈ ഇൻഫ്ലുവൻസർ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം അവരുടെ പ്രവൃത്തി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 4 വർഷത്തിന് മുകളിലായി ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഇവിടെ UAE. പക്ഷേ ഇന്ന് വരെ ഞാൻ 2020 സമയത്ത്, കൊറോണ സമയത്ത് ആയിക്കോട്ടെ, ഒരുപാട് നല്ല ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ പല ബ്രാൻഡുകൾക്കും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പലർക്കും ഇതൊരു പേയ്മെൻറ്റ് കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണെന്നുള്ളത് അറിയാത്ത ആളുകൾ നമ്മൾ ഗൈഡ് ചെയ്ത് ബ്രാൻഡിനെ കണക്ട് ചെയ്ത് കൊടുത്ത് അവരിന്ന് നല്ല നിലയിലെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഞാൻ ഒരു 6-7 മാസം മുമ്പ് വരെ ഒരു വീഡിയോ പോലും എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിലേക്ക് വരാനുള്ള മടി, മറ്റുള്ളവരെന്ത് പറയും അതൊരു ഗിൽറ്റി ഫീൽ പല രീതിയിലുണ്ട്. ഞാൻ ഭയങ്കര ഒരു നാണായിരുന്നു. ബട്ട് ഇതിലുള്ള ഒരു സുഹൃത്ത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഫെയിം ആയിട്ടുള്ള, നല്ല രീതിയിൽ ഇതിലൊരു പൈസ ഉണ്ടാക്കുന്ന ഒരാളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം നിരന്തരം നമുക്ക് തന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. ഷാഹിദേ, നീ 4 വർഷമായി ഇതിൽ എന്താവുന്നു, എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല എന്നുള്ള നിരന്തരം മോട്ടിവേഷനിലൂടെ ഇപ്പം ഞാൻ നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്. ഷിബിൻ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇത് മറ്റുള്ളവരെ ബൂസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ എൻ്റെ പേജിന് പോലും ഇട്ടിരുന്നത് ഒരു സമയത്ത് ബൂസ്റ്റർ ടോക്സ് എന്നാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ, ഇപ്പം ഞാൻ ഷാഹിദ് അല്ല, ഇപ്പം ഞാൻ ഷാഹിദ് എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്, നമ്മളൊരു മാർക്കറ്റിങ്ങിൽ പേഴ്സണൽ ബ്രാൻഡിങ് വളരെ അനിവാര്യമാണ്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിലേക്ക് തന്നെ അത് കൺവേർട്ട് ചെയ്തത്. പക്ഷേ നമ്മളെ ഒരു ഇതിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരാം. നമ്മളൊരു സമയത്ത് പ്രൊഡക്റ്റുകളായിക്കോട്ടെ, ഒബ്ജക്റ്റുകളായിക്കോട്ടെ, എന്ത് സാധനവും മാർക്കറ്റിലേക്ക് എത്തുമ്പം അതിനെ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് താരങ്ങളാണ്, സിനിമാ താരങ്ങളാണ്, അഡ്വർടൈസിംഗ് ആണ്, ഷൂട്ടാണ്, ഒരുപാട് പണം മുടക്കുന്ന പരിപാടിയാണ്. ഒരുപാട് പണം മുടക്കി ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ക്ലയൻ്റ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് എൻ്റർപ്രണർ ആണെങ്കിൽ അയാൾ ഒരുപാട് പണം മുടക്കി ഷൂട്ട് ചെയ്യുന്നു. ആ ഷൂട്ട് ചെയ്ത് തന്നെ അയാൾക്ക് സ്റ്റിൽസ് ആണെങ്കിൽ പത്രത്തിലൂടെ എത്തിക്കണം, ഹോർഡിങ്സിലൂടെ എത്തിക്കണം, അഡ്വർടൈസിംഗ് ആണെങ്കിൽ TVയിലൂടെയും തിയേറ്ററിലൂടെ എത്തിക്കണം. ഇതെല്ലാം പ്ലസ് 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 പണമാണ്. ഇൻഫ്ലുവൻസർ എന്നൊരു സംഭവം ഉരുത്തിരിഞ്ഞപ്പോൾ എത്രമാത്രം ഈ ഇൻഡസ്ട്രി ഇത് ബാധിച്ചിട്ടുണ്ട്? രണ്ടുത്തരം പറയണം. ഈ ഇൻഡസ്ട്രി എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, പണം മുടക്കുന്ന ക്ലയൻറ്റിന് എത്രമാത്രം ലാഭകരമായി ബിസിനസ് മാറിയിട്ടുണ്ട്? ഓക്കെ, ഇതിൽ ഞാനിപ്പം ഷിബിൻ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് മാധ്യമം എന്ന് പറയുന്ന പത്രത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ മീഡിയയിൽ വർക്ക് ചെയ്ത ആളാണ്. ഞാനൊരു 2017 മുതൽ 2020 വരെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അന്ന് പത്രത്തിന് നല്ല രീതിയിൽ മൂല്യം ഉണ്ടായിരുന്നു. ശരിക്കും 2020 കൂടിയിട്ടാണ് എന്താവുന്നത്, ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് കളം വാഴുന്നത്. ഇതിലൂടെ വന്നൊരിതെന്ന് പറയുന്നത്, ക്ലയൻറ്റിനെ സംബന്ധിച്ച് നമ്മളൊരു പത്രത്തിൽ കൊടുക്കുന്ന ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റിന് കൃത്യമായ രീതിയിൽ അത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ 3 ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്, എന്താണ് റിസൾട്ട് എന്നുള്ളത്, ROI എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊരു ഇപ്പോൾ ഒരു നാട്ടിലെ വെച്ച് അല്ലെങ്കിൽ ഇവിടെ വെച്ച് നോക്കാം, ഒരു 5000 ദിർഹം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഈ 5000 നമ്മളൊരു മീഡിയയിലേക്ക് പോകുന്ന സമയത്ത് TV ആയിക്കോട്ടെ, പത്രം ആയിക്കോട്ടെ, എത്ര പേര് അത് കണ്ടു എന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സ്ഥാനത്ത് സോഷ്യൽ മീഡിയ ഇതിൽ നമുക്ക് കറക്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ എത്ര പേരത് സേവ് ചെയ്തു, ഷെയർ ചെയ്തു, ഇത് കറക്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ പറഞ്ഞാൽ തളർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ കാലത്തിനൊത്ത് മാറണം എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ മീഡിയകൾ അവരുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ് തകർന്നപ്പോൾ അവർ പലരും എന്തായിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. എന്നാലും ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ആക്കാൻ അത്രയും വലിയ അഡ്വർടൈസിങ് വേണ്ടേ? വേണം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഇപ്പോൾ ടിക്ടോക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം, ഗ്ലോബലി കവർ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ടൂൾസാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഏത് ഏജ് കാറ്റഗറീനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഇതുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു 40 അല്ലെങ്കിൽ 40 അബവ് ഉള്ള ആളുകളാണ്. ഇനി അതിൻ്റെ താഴേക്കുള്ള ഒരു 80 മുതൽ ഈ പറഞ്ഞ 45 ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം. അതായത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു 10-20 ഇടയിലുള്ള പെൺകുട്ടിയുടെ ഡ്രസ്സ് വിൽക്കുന്ന മാത്രമായ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിലേക്ക് മാത്രമായി ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, അതേപോലെ ഗൂഗിളിൻ്റെ സെർച്ച്, അങ്ങനെ തുടങ്ങിയ ഒരു 10-15 തരം സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് ഉണ്ടല്ലോ. ഇതിലെല്ലാത്തിലും ഇത്തരത്തിലുള്ള ആളുകളെ മാത്രമായി നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാത്തിലും അത് പോസിബിളാണെന്നുള്ളതാണ്. ടിക്ടോക്ക് ഇപ്പോൾ ഒരു 1 ഇയറിൻ്റെ മുകളിലായിട്ടുള്ളൂ ശരിക്കും ആഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഈവൻ ടിക്ടോക്കിലടക്കം
നിങ്ങൾക്ക് കറക്റ്റ് ഏജ് കാറ്റഗറി ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിൽ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമൊക്കെ പിന്നെ മെറ്റ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇതിപ്പം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ മെറ്റയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരേപോലെ അവരുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇപ്പോൾ ഈ പറഞ്ഞ മീഡിയ തകരുന്നുണ്ടെങ്കിൽ അവരത് ട്രാൻസ്ഫോർമേഷൻ നടത്തിയില്ല എന്നുള്ളതിനാണ് അർത്ഥം. പക്ഷേ ഒട്ടുമിക്ക ഇപ്പം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ വർക്ക് ചെയ്ത മാധ്യമടക്കം അവരുടെ പത്രത്തിലുപരി അവർ പലതരത്തിലുള്ള ഇവൻറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനലുകൾ അവർ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഡെലിവറബിൾസോ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കോസ്റ്റ് വൈസ് ഇൻഫ്ലുവൻസർ തന്നെയാണ് എന്തുകൊണ്ടും പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ പല കാറ്റഗറീസ് ഉണ്ട്. നാനോ, മൈക്രോ, മാക്രോ, മെഗാ, സെലിബ്രിറ്റി, ഇങ്ങനെ കാറ്റഗറീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഫോളോവേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ഇതിലൂടെ ഇപ്പം നമ്മൾ തന്നെ വെറും പ്രൊഡക്റ്റ് മാത്രം കൊടുത്തിട്ട് വരെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏതൊരു ബ്രാൻഡിനും അവരുടെ ഒരു പ്രൊഡക്റ്റ് സാമ്പിൾ ഉണ്ടാവും, അതിനൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടാവും. ഇത് കൊടുത്തിട്ട് പോലും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. ഒരു 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 മിഡിൽ ക്ലാസ്സോ അതിന് ഒരു പ്രീമിയത്തിന് താഴെയുള്ള ബിസിനസ്സുകാർ മാത്രമാണ് ഇൻഫ്ലുവൻസർ യൂസ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഇപ്പം നിങ്ങൾ ഇവിടുത്തെ UAE ഏത് ടോപ്പ് ബ്രാൻഡുകൾ നോക്കുകയാണെങ്കിലും അവർ പിന്നെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അവരുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഏത് സെഗ്മെൻറ്റിലാണോ കിട്ടുന്നത് ആ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസറായിട്ട് ഇതാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന നീഷു സെയിം അല്ല. ഇപ്പോൾ ഷിബിൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഷിബിൻ്റെ രീതി വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബിൻ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, ഞാൻ മേ ബി ഫുഡ് വ്ളോഗർ ആയിരിക്കാം. ഇനി വേറൊരാളെ നമ്മൾ എക്സാമ്പിൾ എടുക്കുക, ചിലപ്പോൾ അയാൾ ഒരു ബിസിനസ് ടോക്ക് ചെയ്യുന്ന ആളായിരിക്കാം. സോ നമ്മളുടെ ബിസിനസ് എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമർ ബേസ് എന്താണ്, സോ അതിനനുസരിച്ച് നമുക്ക് ഇൻഫ്ലുവൻസർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും പോസിബിലിറ്റി ഇന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പല ഫുഡ് വ്ളോഗേഴ്സും അവരുടെ വ്ളോഗ് ചെയ്യുമ്പം നല്ലതിനെ നല്ലതെന്നും ചീത്തയെന്നും പറയും. UAE ഒരു വ്ളോഗറിൻ്റെ ഇതിലും സൂപ്പറാണ്, അടിപൊളിയാണെന്നല്ലാതെ ഈ കറി കൊള്ളത്തില്ല എന്ന് എന്താ പറയാത്തത്? അപ്പോൾ പെയ്ഡായിരിക്കുമല്ലോ. അല്ല, അപ്പം നമ്മളിത് വിശ്വസിച്ച് പോകണ്ടേ? അപ്പം നമ്മളിവരെ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ ഒന്നും മോശമല്ല എന്നുള്ളതായിരിക്കണം എൻ്റെ ഉത്തരം. അല്ല, ചില ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ചില സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ പൈസ കൊടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോരുന്ന കാര്യമുണ്ട്. രണ്ട്, ഈ പറഞ്ഞ ഇത് ഓരോരുത്തരുടെ ടേസ്റ്റും എന്താണ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഒരിക്കലും ഷിബിന് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മുടെ ടേസ്റ്റ് ബഡ്സ് വ്യത്യാസമുണ്ട്. പിന്നെ മൂന്നാമതൊരു കാര്യമുണ്ട്, UAE ഒരു റൂളുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അത് മിണ്ടാതിരിക്കുക, മാറുക. നിനക്കത് എന്താക്കാനല്ല, ആ ഒരു ബ്രാൻഡിനെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് അവഹേളിക്കാനുള്ള പാടില്ല, റേറ്റ് ഇല്ല. അതിന് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, നിങ്ങൾക്ക് എന്താക്കാം, കൃത്യമായിട്ടുള്ള അതിനുള്ള ഗവൺമെൻറ്റിൽ നിങ്ങൾ പരാതിപ്പെടാം, അവരതിനുള്ള ഇത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളും പറഞ്ഞു നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾ ഇൻഫ്ലുവൻസറായി മാറിയെന്നല്ലേ? ഇൻഫ്ലുവൻസർ അല്ല, ഞാൻ ബേസിക്കലി ഞാനൊരു എൻ്റർപ്രണർ. അത് നമ്മളൊരു നമ്മളുടെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേറ്റർ മാത്രം. അതെ, അത്രയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഇൻഫ്ലുവൻസർ അല്ല. കാരണം ഞാൻ ഇൻഫ്ലുവൻസർ ആവുന്ന ഞാൻ വിശ്വസിക്കുന്നത് എന്നെ കണ്ടിട്ട് നാളെ എൻ്റെ താഴെയുള്ളതോ അല്ലെങ്കിൽ എന്നെ കാണുന്ന ആളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴേ ഞാൻ ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറുള്ളൂ അവരെ മുന്നിൽ. അത് എല്ലാവരും മുന്നിലായിരിക്കില്ല, ആരാണോ ഡിസിഷൻ എടുത്ത് അവരെ മുന്നിൽ. കാരണം ഞാൻ വന്നിട്ടുള്ളത് 0 എന്നാണ്. ഞാനിവിടെ ഒരു എംപ്ലോയി ആയിട്ട് വന്ന ആളാണ്. ഞാൻ ജോലി ചെയ്ത് എനിക്ക് കിട്ടിയ വരുമാനം വെച്ച് 0 നിന്ന് തുടങ്ങിയതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ സ്റ്റോറിയാണ്. സോ അത് കണ്ടിട്ട് ആർക്കെങ്കിലും അത് ഇൻസ്പയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഞാനൊരു ഇൻഫ്ലുവൻസർ ആവാം, അത്രേ ഉള്ളൂ. ഒരു ഇൻഫ്ലുവൻസർ ആവാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങി ആളുകളിലേക്ക് റീച്ച് ആവാൻ, ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഏത് പ്ലാറ്റ്ഫോം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഒന്ന്, കൃത്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ നീഷ് ഉണ്ടല്ലോ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് ടൈപ്പ് ഓഫ് കണ്ടൻ്റ് ആണെന്നുള്ള ഫസ്റ്റ് ചെയ്യണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പം ഷിബിൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് വ്ളോഗാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നതെങ്കിൽ ഷിബിനെ കൂടുതൽ ഇൻസ്റ്റഗ്രാം സജസ്റ്റ് ചെയ്യുന്നത്, ഷിബിൻ്റെ വീഡിയോ സജസ്റ്റ് ചെയ്യുന്നത് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കും. സ്വാഭാവികമായിട്ടും ഷിബിന് ആ ഒരു തരത്തിലാണ് ഫോളോവേഴ്സ് കൂടുക. ഇനി ആ സ്ഥാനത്ത് ഷിബിൻ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം തന്നെ കൺഫ്യൂസ് ആവും. സോ നമ്മൾക്ക് ഈ ഒരു റീച്ച് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് എടുക്കേണ്ട റിസൾട്ട് മേ ബി ഒരു 1 ഇയറിലേക്കൊക്കെ ഇതാവാം.
അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഫസ്റ്റ് പ്ലാൻ ചെയ്യണം. പിന്നെ കൺസിസ്റ്റൻസി, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ എന്താവരുത് ചെയ്യരുത്, കൃത്യമായിട്ട് പാഷൻ വേണം. അത് ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ചില സുഹൃത്തുക്കൾ ദിവസം 3-4 വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു വീഡിയോ ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, പെയ്ഡ് വാങ്ങുന്നുണ്ട്, ബട്ട് എന്നാലും അതിൽ നിൽക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഒരു വീഡിയോ ചിലപ്പോൾ റാസൽ ഗെയിമി ആയിരിക്കാം, ഒന്ന് അബുദാബി ആയിരിക്കാം, ഒന്ന് അജ്മാൻ ആയിരിക്കാം. ഒരു ദിവസം ഇത്ര രാവിലെ ഒരു 7-8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്ത് ഈ വീഡിയോ ചെയ്ത് അന്നേ ദിവസം തന്നെ സെയിം ഡേ തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അവർ കൊടുക്കുന്ന എഫേർട്ട് നമുക്കറിയാം. ഒരു വീഡിയോ ചെയ്ത് അതിൻ്റെ ഔട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളൊരു 3000-ഓളം ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 3000-ഓളം ഇൻഫ്ലുവൻസേഴ്സിന് UAE ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും 3000-ന് മുകളിൽ ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് UAE എന്ന് പറഞ്ഞ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. 140-ൻ്റെ മുകളിൽ രാജ്യക്കാരുള്ളൊരു മാർക്കറ്റാണ്. നമ്മളുടെ USP തന്നെ അതാണ്. ഇവിടെ മൾട്ടി നാഷണാലിറ്റി ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ബ്രാൻഡുകൾക്ക് കൊടുക്കുക. നമ്മൾ ഈജിപ്റ്റ്, സിറിയ, ഫിലിപ്പൈൻ, എമറാത്തി, ഇന്ത്യ, പാകിസ്ഥാൻ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നാഷണാലിറ്റീസിനാണ് ബ്രാൻഡിന് കൊടുക്കുന്നത്. അതിന് തന്നെ എന്തുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ ലുലു എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു 19 ബ്രാഞ്ചിന് മുകളിലുണ്ട്. ഇതിൽ ഇവരുടെ ഓരോ ലൊക്കേഷനിലെ ടാർഗറ്റ് കസ്റ്റമേഴ്സും വ്യത്യസ്തമാണ്. ഇപ്പോൾ കിസൈസ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലുള്ളതല്ല ഒരിക്കലും ഷാർജ മജാസിലുണ്ടാവുക. അവിടുത്തെ ഓഡിയൻസ് വ്യത്യാസം ഉണ്ടാവും. ഈ സ്ഥാനത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് കിസൈസിലെ ഓഡിയൻസ് ഏതാണോ അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇൻഫ്ലുവൻസറാണ് നമ്മൾ അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് മജാസിലെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ അവർക്കത് പോസിബിൾ അല്ല. പക്ഷേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ നമുക്ക് എന്താണ് ആ ഒരു തരത്തിലും. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ ഒന്നും കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് നിങ്ങൾ 1-2 തവണ ഒരു ക്ലയൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം മനുഷ്യർ തന്നെയാണല്ലോ, ഇവർക്ക് ഇവരെ നേരിട്ട് പിച്ച് ചെയ്യാൻ പറ്റില്ലേ? അപ്പം നിങ്ങളെപ്പോലത്തെ ഉള്ള ഇൻഫ്ലുവൻസർ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്? ഇപ്പോൾ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചലഞ്ച് ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ കമ്പനിയാണെങ്കിൽ നേരിടുന്നില്ല. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കമ്പനിയാണെങ്കിൽ പലപ്പോഴും നമ്മളൊരു 1 ഇയർ കോൺട്രാക്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഒരു ബ്രാൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫ്ലുവൻസർ സ്വാഭാവികമായിട്ട് നമ്മൾ അവരായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. പിന്നെ ആ ബ്രാൻഡായിട്ട് അവരെന്താവില്ല, ഡയറക്റ്റ് കൊളാബ് ചെയ്യില്ല. പകരം അവർ നമ്മളെ ഇനിയിപ്പോൾ അവർ വിളിച്ചാൽ പോലും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളുടെ ഗൈഡൻസോട് കൂടെ മാത്രമാണ്. ഒരു മാഫിയാണ് ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങൾ തമ്മിലൊരു മാഫിയാണ്. ആക്ച്വലി മാഫിയല്ല, റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പല ആളുകളെയും ഇപ്പം ഇന്ന് നല്ല ടോപ്പ് ഇതിൽ നിൽക്കുന്ന പല ആളുകളെയും വളർത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടോപ്പ് ഇതിലുള്ള പല ബ്രാൻഡുകളെ കണക്ട് ചെയ്ത് കൊടുക്കാനും ഒരു സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അങ്ങനെ തന്നെ വേണം പറയാം. നമ്മൾ 2020 സമയത്ത് നമ്മൾ ഈ ഒരു സാധനം മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രാൻഡുകളും ഈ തരത്തിൽ മാർക്കറ്റിംഗ് കാര്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ പലർക്കും പേടിയായിരുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം എന്നറിയില്ല, ഇൻഫ്ലുവൻസേഴ്സിന് ഇതെങ്ങനെ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ നമ്മൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടും കൃത്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അവരുടെ ഒരു വളർച്ച നല്ല രീതിയിൽ അവർ ഏൺ ചെയ്യുന്നുണ്ട്. ഒരു ബ്രാൻഡിനെ, ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡാക്കി മാറ്റാൻ ക്ലൗട്ട് എന്ന് പറഞ്ഞ കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രി ഡിജിറ്റൽ മീഡിയയിൽ ഉൾപ്പെടുന്ന എല്ലാം. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, SEO, SEM ഉണ്ട്, പിന്നെ കൂടാതെ മെറ്റ ആഡ്സ്, പിന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, കണ്ടൻറ് ക്രിയേഷൻ, ഇങ്ങനത്തെ എല്ലാം നമ്മൾ എന്താകുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ മാനേജ്മെൻറ്റും നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇപ്പോൾ പല ബ്രാൻഡുകളും ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു പോസ്റ്റർ ഡിസൈനോ അല്ലെങ്കിൽ ഇത് മാത്രമായിരിക്കും അവരുടെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് കൂടുതൽ നിങ്ങളുടെ ഫോളോവേഴ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾ പെർഫോം ചെയ്യുന്ന മേ ബി ഒരു റീൽസ് നിങ്ങൾ ഇട്ട് നോക്ക്. നിങ്ങളൊരു പോസ്റ്റ് ഇടുന്നതും നിങ്ങളൊരു റീൽസ് ഇടുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെന്ന് പറയുന്നത് ഇപ്പം ഒരു ദിവസം എൻ്റെയൊക്കെ ഫോൺ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഹവേഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, മിനിമം ആവറേജ് ടൈം. കാരണം നമ്മൾ അത്രയ്ക്കും എന്താണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എത്തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് കൂടുതൽ വൈറാലിറ്റി എന്നുള്ളത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ക്ലയൻറ്റിന് മാത്രമല്ല, ഇപ്പം നിങ്ങൾ റിസർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടൻറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന പ്രേക്ഷകരുടെ വ്യൂവേഴ്സിൻ്റെ അവരുടെ സ്ട്രാറ്റജി മാറും, അവർക്ക് ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ആ മാറുന്ന ഇഷ്ടങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾ ക്ലയൻസിനും കൊടുക്കും, ഇൻഫ്ലുവൻസേഴ്സിനും പറഞ്ഞു കൊടുക്കും. അതെ. കാരണം ഇപ്പം നിങ്ങൾ ഒരു 2 വർഷം മുമ്പുള്ള കണ്ടന്റ്, 1 വർഷം മുമ്പുള്ള കണ്ടന്റ്, ഇപ്പോഴത്തെ കണ്ടന്റ് രീതികൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ പോഡ്കാസ്റ്റ്, ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം കൊണ്ടുവന്നിരുന്നത് IGTV ഉണ്ടായിരുന്നു. IGTV ഉണ്ടായിരുന്നു 1 മിനിറ്റിൻ്റെ മുകളിലുള്ള വീഡിയോ.
1 മിനിറ്റിൻ്റെ താഴെയുള്ളത് സാധാ പോസ്റ്റായിട്ട് വരും. ഇൻസ്റ്റഗ്രാം പിന്നെ അത് ആളുകൾ കൂടുതൽ കാണാതായപ്പോൾ ഇൻസ്റ്റഗ്രാം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IGTV മാറ്റിയിട്ട് അത് റീൽസ് ആക്കി. റീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15 സെക്കൻഡും 30 സെക്കൻഡ് ആയിരുന്നു. ഇപ്പോൾ അത് 90 സെക്കൻഡ് വരെ എത്തി. ഇതിൻ്റെ റീസൺ 1 മിനിറ്റ് 50 സെക്കൻഡ് വരെ പോകില്ലേ റീല്? 1 മിനിറ്റ് 30 സെക്കൻഡ്, 90 സെക്കൻഡ്. അതെ അതെ. ഓക്കെ, അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാം ആളുകൾക്ക് സമയമല്ല, ആളുകൾ വലിയ വീഡിയോസ് കാണില്ല. അപ്പം സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞാലും വീഡിയോയിൽ വ്യത്യാസം വന്നു. നമ്മൾ വലിയ പെരിപ്പിച്ച് പറയേണ്ട കണ്ടന്റ് വളരെ ഷോർട്ടാക്കി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു വേർഡ് ഉണ്ട്. ഫസ്റ്റ് 3 സെക്കൻഡ് നമ്മൾ പറയും ഹുക്ക് പോയിന്റ് വേണമെന്ന് പറയും. ഹുക്ക് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഹുക്ക് ബേസ് ചെയ്തിട്ടിരിക്കും ഷിബിൻ പോലെ ഒരു വീഡിയോ കാണാൻ. ഷിബിനോട് നോർമലി ഒരാൾ പ്രസന്റ് ചെയ്യുന്നതും ആദ്യത്തെ 3 സെക്കൻഡിലൊക്കെ ഹുക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫസ്റ്റ് ഇതിലുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ട്. ഒരാൾ പിന്നെ സ്ക്രോൾ ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണത്. അതിൽ നമ്മൾ എന്താണ്, കാരണം അത്രയ്ക്കും റീൽസ് ഇന്ന് ഒരാളുടെ ഫീഡിൽ കയറി വരുന്നുണ്ട്. ഇന്നൊരു ആവറേജ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ മിനിമം ഒരാളുടെ സോഷ്യൽ മീഡിയ ടൈം എന്ന് പറയുന്നത് 2 hours. ഈ 2 hours നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നതിൽ അത്രയ്ക്ക് വീഡിയോസ് കയറി വരും. എന്തിന് നിങ്ങളുടെ വീഡിയോ അവർ കാണണം? ഒന്നല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരാളാവണം, അല്ലെങ്കിൽ നിങ്ങളൊരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവണം. ഇന്ന് നമുക്കറിയാം ചില ആളുകൾ ഫോളോവേഴ്സ് ബേസ് വളരെ കുറവായിരിക്കും, പക്ഷെ അവരുടെ വീഡിയോക്ക് മില്യൺസ് റീച്ച് വരുന്നത് അത് അവരുണ്ടാക്കുന്ന കണ്ടന്റിൻ്റെ ക്വാളിറ്റിയാണ്. ഇതിപ്പം ഒരു പയ്യൻ ട്രാഫിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് സിനിമാ അഭിനയം എനിക്ക് ഒരു 3-4 വർഷമായിട്ട് ആ പയ്യൻ നിരന്തരം, ഫൈസൽ എന്നാ പേര്, ഫൈസൽ എന്നാണ് തോന്നുന്നു, നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസിഫ് അലിയുടെ ട്രാഫിക് ചെയ്തപ്പോൾ അത് കയറി കുത്തി അവന് സിനിമ ചാൻസ് കിട്ടി. അല്ല, അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയവരുണ്ട്. അർജു അറിയാലോ, റോസ്റ്റിംഗ് ചെയ്തത്. അർജു അന്ന് പറഞ്ഞൊരിതുണ്ട്, 2 വർഷം മുമ്പ് ആൾ തുടങ്ങിയതാണ് ആളുടെ യൂട്യൂബ് ചാനൽ. പക്ഷേ ആ റോസ്റ്റിങ്ങിൽ ഒരു വീഡിയോ ഒരു സുപ്രഭാതത്തിൽ എന്താവുന്നു, ക്ലിക്ക് ആവുന്നു. ഒരൊറ്റ ഇതിലാണ് ആൾക്ക് 2 മില്യൻ്റെ മുകളിൽ ഫോളോവേഴ്സ് വന്നത്. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു സിനിമ പോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇപ്പം സിനിമയ്ക്ക് ഒരു 60% 70% ഇത് വിജയിക്കുന്ന സാധ്യതയുണ്ട്, അത് വിജയിക്കുകയും ചെയ്യും. അല്ല, ഇതിലെന്താ അറിയോ, നമ്മൾ മേ ബി നല്ല എഫേർട്ട് എടുത്തിട്ട് ചില കണ്ടന്റ് ചെയ്യും. ഈ കണ്ടന്റ് ചിലപ്പോൾ ഒട്ടും തന്നെ പെർഫോം ചെയ്യില്ല. പക്ഷേ നമ്മൾ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു എഫേർട്ട് കൊടുക്കാതെ എടുക്കുന്ന ചില കണ്ടന്റുകളുണ്ടാവും. അത് നന്നായിട്ട് പെർഫോം ചെയ്യും. കാരണം ഇത് സോഷ്യൽ മീഡിയ ആൽഗോരിതം എന്ന് പറയുന്നത് നമ്മളതിൽ യൂസ് ചെയ്യുന്ന വേർഡ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാഷ്ടാഗ്, കീവേഡ്സ്, ഇങ്ങനത്തെ ഒരുപാട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ഇതിൻ്റേത് മീൻസ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിനടക്കം എന്തുണ്ട്, പ്രത്യേകത ഉണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഷിബിൻ്റെ പോസ്റ്റിങ്ങിനുള്ള ടൈം ആയിരിക്കില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ടൈം. ഓരോ സോഷ്യൽ മീഡിയയ്ക്കും അതിൻ്റെ പോസ്റ്റിംഗ് ടൈം വ്യത്യാസമുണ്ട്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുക? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു 4 വർഷത്തോളമായിട്ട് 4 വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ് നമ്മുടെ ജീവിതം തന്നെ പറയുന്നത്. അത് ചോദിച്ചില്ലേ, ഇൻഫ്ലുവൻസേഴ്സിനെ വിറ്റിട്ടാണ് ജീവിക്കുന്നത്. നമ്മളൊരു തരത്തിൽ സോഷ്യൽ മീഡിയ വിറ്റിട്ടാണ് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയയുടെ ഓരോ സ്പന്ദനവും നമ്മൾ അതിൽ കൊടുക്കുന്ന സമയം, നമ്മളിനി ഫ്രീ ടൈം ആണെങ്കിൽ പോലും നമ്മൾ അതിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ കണ്ടന്റിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതിൽ കൃത്യമായ ഗൈഡൻസ് നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കും, ക്ലയൻറ്റുകൾ കൊടുക്കും. അത് തന്നെയാണ് നമ്മുടെ നിലനിൽപ്പ്. ഇപ്പോൾ പുതിയതായിട്ട് ഇൻഫ്ലുവൻസറായി അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു മിനിമം 10,000 20,000 ആയി വരുന്ന ആളുകൾ നിങ്ങളെ തേടി വരികയാണോ, നിങ്ങൾ അവരെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുകയാണോ? 2 തരത്തിലുണ്ട്. ഇപ്പം നല്ലൊരു ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യും. കാരണം നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വരുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. വരുന്നതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത് അവരുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്യാനുള്ള ടീം നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ അവരുടെ ഇന്ന് ഫോളോവേഴ്സ് കയറ്റുക എന്ന് പറയുന്നത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. ഇവിടെ ഒരുപാട് ബോട്ട് ഫോളോവേഴ്സ് കൊടുക്കുന്ന ഏജൻസികളുണ്ട്. നമ്മൾക്കടക്കം ഫോളോവേഴ്സിനെ വാങ്ങിത്തരുമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മെസ്സേജുകൾ വരാറുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ഇത് മനസ്സിലാക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ അതിൻ്റെ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഇത് ചെക്ക് ചെയ്യും. സോ ഇതിൽ ഫേക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ എന്താക്കില്ല, അവരെ പ്രൊമോട്ട് ചെയ്യില്ല. നമ്മൾ എടുക്കുന്ന ജെനുവിനായിട്ട് ഉള്ള പ്രൊഫൈൽസ്, പിന്നെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഓൾറെഡി ക്ലയൻറ്റിന് കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആസ് എ ബിസിനസ് പേഴ്സൺ നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻസും തുടക്കം മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. ഞാനൊരു സെയിൽസ് പേഴ്സൺ ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ അന്ന് മുതൽ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒട്ടുമിക്ക ക്ലയൻസും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്.
കാരണം ഞാനൊരു എംപ്ലോയി ആയിരുന്നപ്പോൾ ഉള്ള ക്ലയൻസ് ഇപ്പം ഞാനൊരു എൻ്റർപ്രണർ ആയപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. സോ അത് തന്നെയാണ് നമ്മുടെ സക്സസ്സും, അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ഇത്രയ്ക്കും സൂക്ഷ്മതയോടെ എടുക്കാനുള്ള കാരണം. ഇപ്പോൾ ഒരു ഏരിയയിൽ 3 ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അതൊരു ഏരിയ ഉള്ളു. ഇപ്പോൾ മൊബൈലാന്നൊരു ഏരിയയിൽ അടുത്തടുത്ത് 3 ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഈ 3 ഷോപ്പിലെയും പ്രൊമോഷന് പങ്കെടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കാണുന്ന ഓഡിയൻ ഉണ്ടല്ലോ, അവൻ കൺഫ്യൂഷൻ ആവില്ലേ? അവൻ എങ്ങനെ വിശ്വസിക്കുക? ഇപ്പോൾ ഇവിടെ 1 to 10 ദിർഹത്തിന് ഇന്ന സാധനം കിട്ടും, ഇവിടെ അടുത്ത ആഴ്ച ഇവരൊന്ന് ഇത് പറയുന്നു, അടുത്ത ആഴ്ച അപ്പുറം പോയി പറയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് നിങ്ങളുമായിട്ട് അക്സെപ്റ്റബിൾ ആവുന്നത്? അല്ല, ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഈ മാർക്കറ്റുകളൊക്കെ, പിന്നെ ഈ പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റുകൾ നോർമലി ഇവിടെ വീക്കെൻഡിൽ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഷിബിന് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാവും. ഷിബിൻ അവിടെ ആയിരിക്കും എന്ത് കൺവീനിയൻസ്. അതിന് ഷിബിൻ അവിടെ കുറച്ച് ഓഫർ കുറഞ്ഞാൽ പോലും ഷിബിൻ അവിടെ തന്നെ ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. ബട്ട് ഇവരിത് ചെയ്യുന്നതിൻ്റെ ഇതെന്ന് പറയുന്നത്, ഇപ്പം പണ്ടൊക്കെ ഇവർ ചെയ്യാറ് ഫ്ലയർ ഇടലായിരുന്നു. ഇപ്പോൾ ഒട്ടുമിക്ക ഹൈപ്പർ മാർക്കറ്റ് ഫ്ലയർ ഒഴിവാക്കി തന്നെയാണ് പറയാം. ഇപ്പോൾ ചില ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ പേര് പറയുന്നില്ല, അവരിപ്പോൾ ഫ്ലയർ ചെയ്യുന്നില്ല. അതിന് പകരം അവർ അതേ ബഡ്ജറ്റ് അവരൊരു ഇൻഫ്ലുവൻസറിന് കൊടുക്കുകയാണ്. ഇതിലൂടെ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പറയുന്ന സറൗണ്ടിങ്സ് ഓൾറെഡി അവിടെ എത്തും. ഇത് കൂടാതെ ഇവരുടെ റീച്ച് വൈഡ് ആയി കഴിഞ്ഞാൽ, നല്ലൊരു ഓഫർ ആയി കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തു നിന്നുള്ള ആളുകളെ പോലും ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഇതിൽ ചില ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ടാവും ക്വാളിറ്റി. ഇപ്പം പല ഹൈപ്പർ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവരുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ചിലവരൊരു ബഡ്ജറ്റഡ് ഫാമിലിക്ക് പറ്റുന്നതായിരിക്കാം, ചിലത് കുറച്ചുകൂടി ഒരു മിഡിൽ അല്ലെങ്കിൽ പ്ലസ് ഒരു പ്രീമിയത്തിൽ വരുന്നതായിരിക്കാം. പിന്നെ അതിന് അങ്ങനെ ഓരോ ഹൈപ്പർ മാർക്കറ്റിൻ്റെയും ക്വാളിറ്റി തന്നെ വ്യത്യാസമുണ്ട്. അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു റേറ്റ് കാർഡ് വേണമല്ലോ. ഇപ്പോൾ നിങ്ങളെപ്പോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിൽ നിന്ന് വേറെയും കമ്പനികളാണല്ലേ. അപ്പോൾ ഒരാളുടെ തന്നെ റേറ്റ് കാർഡ് വ്യത്യാസം കാണുമ്പോൾ അത് ക്ലയൻറ്റിന് കൺഫ്യൂഷൻ ആവില്ലേ? അല്ല, ക്ലയൻറ്റ് ഇപ്പം ഒട്ടുമിക്ക ക്ലയൻറ്റും സ്വാഭാവികമായിട്ടും പലപ്പോഴും 2-3 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ 2-3 ഏജൻസികളുടെ അടുത്ത് നിന്ന് റേറ്റ് എടുക്കും. ഇതിൽ ചില ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമാണ് കോമൺ ആയിട്ട് ആളുകൾ സജസ്റ്റ് ചെയ്യുള്ളൂ. അധികം പല ഇൻഫ്ലുവൻസർ കമ്പനികളും എക്സ്ക്ലൂസിവിറ്റി എടുത്തിട്ടുണ്ടാവും. ഇപ്പം പിന്നെ ചില ഇൻഫ്ലുവൻസേഴ്സ് അവർ മാത്രമായിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് അത് വരില്ല. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിൽ ചില പേരുകളിൽ മാത്രമാണ് ഇങ്ങനെ വരിക. പക്ഷെ അത് പിന്നെ കൂടുതൽ റിലേഷൻഷിപ്പിലാണ് വരിക. ഇപ്പം നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റുള്ള ഏജൻസി കോട്ട് ചെയ്യുന്നതിന് നമുക്ക് ബെസ്റ്റ് പ്രൈസ് കോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു തുടക്കം മുതൽ ഈ ഒരു മാർക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മളുടെ ബെസ്റ്റ് പ്രൈസാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ ഒരു ചലഞ്ച് പലപ്പോഴും വന്നിട്ടില്ല. നമ്മുടെ പ്രൈസും മറ്റവരുടെ പ്രൈസും കാരണം ചിലപ്പോൾ അവർക്ക് വർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു കാര്യം കൂടെ, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടിക്ടോക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിട്ട് എടുത്ത് നോക്കിയാൽ അവിടെ ഈ ഓഫർ, ഇവിടെ ഈ ഓഫർ, ഇന്ന ഹോട്ടൽ, കരാമേൽ ഹോട്ടൽ, ഇത് ഹോട്ടൽ, എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണോ പ്രവാസികളെന്ന് ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റ് എന്ന കമ്പനിയുടെ ഉടമ എന്ന നിലയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്നതല്ല, ഇതിൽ വ്യക്തികൾക്ക് സ്വാധീനമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എന്നെ കാണുന്ന ഒരു 1000 പേരാണെങ്കിൽ 1000 പേർക്ക് 1000 ചിന്തയായിരിക്കും എന്നെപ്പറ്റി. അവർ എന്നെ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കില്ല ചിലപ്പോൾ ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അവർ പോവില്ല. പക്ഷേ എന്നെ നിരന്തരം അവർ കാണുന്നത് അവർ എനിക്ക് ഒരു വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ ട്രസ്റ്റ്, നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. സോ ഈ ഒരു ട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്ന എല്ലായിടത്തും ആളിടിച്ച് കയറുന്നതല്ല. പക്ഷേ നമ്മളവിടെ കൃത്യമായിട്ട് പറയും 2 തരത്തിലാണ്. ബ്രാൻഡിങ്ങും നടക്കും, സെയിലും നടക്കും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ 80% ബ്രാൻഡിങ് ആണ്, ബാക്കി 20% ആണ് ചാൻസ് ഓഫ് സെയിൽ. ബട്ട് അത് നമ്മൾ കൊടുക്കുന്ന ഓഫർ, പിന്നെ നമ്മൾ ചെയ്യുന്ന വ്യക്തി, ഇത് നമ്മൾ കൃത്യമായിട്ട് ക്ലയൻറ്റിനെ ഗൈഡൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഷാഹിദിനോട് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് ഇനിയും ഷാഹിദുമായിട്ട് വരാം. എന്തായാലും ഇത്തവണ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് മൂവി വേൾഡിനും എൻ്റെ നന്ദി.